പ്രിയ സുഹൃത്തുക്കൾക്കും കഫേ കേരളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡൗണട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടണും പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡൗണട്ടിനുള്ള ഡൗ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് ഈസ്റ്റിന്റെ ഒരു മിക്സ്ചർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള പാല് ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇളം ചൂടുള്ള പാലായിരിക്കണം. ചൂട് കുറഞ്ഞു പോവരുത്, കൂടി പോവരുത്, നേരിയ ഒരു ചൂടായിരിക്കണം. എന്നാലാണ് നമ്മൾ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആയി കിട്ടും. അപ്പൊ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആയി കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് എടുത്ത് പഞ്ചസാര എല്ലാം മിക്സ് ആയി കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 സ്പൂൺ ഈസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റ് ആണ്, ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആ ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ചൂടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ചൂടൊന്ന് ചെക്ക് ചെയ്തിട്ട് ചൂട് കൂടുതലാണെങ്കിൽ അത് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ആക്ടിവേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചു നേരം വെക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. ഇതിപ്പോ ഇങ്ങനെ ആയി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ബാക്കി ഡൗ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങരുത്. കാരണം ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈസ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബൗളിൽ 1 കപ്പ് ഗോതമ്പൊടി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈസ്റ്റിന്റെ മിക്സ്ചർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ 2 പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ ആയിട്ട് ഈസ്റ്റിന്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഒരു ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആയി കിട്ടണം കേട്ടോ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂണോ 2 സ്പൂണോ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ഡൗണട്ടിന്റെ ആ ബേസിന് നല്ല ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ മധുരം ഒരുപാട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി അതിന്റെ കൂടെ നമുക്ക് ഒരു 40 ഗ്രാംസ് ഓളം ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചപ്പാത്തിയുടെയൊക്കെ ഏകദേശം കൺസിസ്റ്റൻസിയിൽ ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോ ഈ ഒരു 1/4 കപ്പിൽ ഒരല്പം കൂടുതൽ പാല് ഈസ്റ്റിലായിട്ട് മിക്സ് ചെയ്തത് എനിക്ക് 1 കപ്പ് ഇതിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓരോ പൊടിയുടെ ഇതനുസരിച്ചിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പോരാൻ തോന്നുവാണെങ്കിൽ ഒരല്പം നേരിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ബട്ടറെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ശ്രദ്ധിക്കുക. ഒരുപാട് പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാട്ടറി ആയിപ്പോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ കുറേശ്ശെ മാത്രം ആഡ് ചെയ്ത് എടുക്കുക. ഏകദേശം ഡൗ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഒരു ബൗളിൽ എടുത്ത് മൂടി വെക്കണം. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ നമ്മളുടെ ഡൗ. എന്നാലേ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഒരു 30 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഒരു 30 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പൊ പിന്നെ ഡ്രൈ ആയി പോകത്തില്ല. അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്ത് വെക്കാവുന്നതാണ്.
ഇനി നമുക്ക് പാരലലി നമുക്ക് കസ്റ്റേർഡിന്റെ ഒരു കസ്റ്റേർഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ കസ്റ്റേർഡിന്റെ മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, അതിലേക്ക് 2.5-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2-3 സ്പൂണ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പാലിൽ കുറുക്കിയെടുക്കണം. അപ്പൊ ഞാനപ്പോ കസ്റ്റേർഡ് പൗഡർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആ പാല് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് കസ്റ്റേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേർഡിന്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡിന്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട ഇല്ലാണ്ട് കിട്ടണം കേട്ടോ. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പോവും, അത് ചീത്തയായി പോവും. അങ്ങനെ ആവരുത്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ കൂടെ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ കസ്റ്റേർഡിൽ ഓൾറെഡി വാനില ഉണ്ട്, അതിന്റെ ഫ്ലേവർ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. നന്നായിട്ട് ഏകദേശം ഇത് കുറുകി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് സ്പാറ്റില കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട ഇട്ടരുത് കേട്ടോ. കട്ടയില്ലാണ്ട്, ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നല്ല ഗ്ലേസിങ് ആയിട്ട് നമ്മുടെ കസ്റ്റേർഡ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബൗളിലോട്ട് മാറ്റാം. ഇനി ഏകദേശം ഹാഫ് ആൻ അവർ കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മളുടെ ഡൗ എന്തായി അവസ്ഥയെന്ന് നോക്കാം. എടുത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എങ്ങനെയാണെന്നൊന്ന് നോക്കണം കേട്ടോ ഇടയ്ക്ക്. നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ കസ്റ്റേർഡ്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഡൗ ഏകദേശം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ മാവ് നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇച്ചിരി തിക്കായിട്ട് പരത്തണം. ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. ഇച്ചിരി അത്യാവശ്യം തിക്കായിട്ട് തന്നെ പരത്തണം. തിക്കായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ച് ഡോണറ്റിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് പരത്തുന്നതൊന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. നല്ല സാരമൊന്നുമില്ല. നിങ്ങൾക്കത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് തിക്നെസ് കുറഞ്ഞു പോകരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കത് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ജസ്റ്റ് ആ മാവിൽ, ഡ്രൈ ആയിരിക്കുന്ന മാവിൽ ഒന്ന് മുക്കുക. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് മുക്കിയതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് കുറേ സർക്കിൾസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മാവ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് അതും ഇതുപോലെ പൊടിയിൽ മുക്കിയ ശേഷം നടുക്ക് ഒരു ഹോള് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് നടുക്കും കൂടി ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരു ക്യാപ്പ് വെച്ചിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഡൗണട്ടിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആമസോണിലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗണട്ട് കട്ടർ കിട്ടും.
അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ഡൗൺലോഡ് കട്ടറൊന്നും ഇല്ല. അപ്പം ഞാനിതിപ്പം ഇങ്ങനെ ഗ്ലാസും ഈ ബോട്ടലിൻ്റെ ക്യാപ്പും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വരുന്ന മാവ് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ പരത്തി എടുത്തതിന് ശേഷം അതിൽ നിന്നും വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് ഡൗൺലോഡ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് കളയരുത്, എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് പരത്തിയെടുത്ത് നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഡൗണട്ട്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒരു കപ്പ് വെച്ച് എടുത്തിട്ട് എനിക്ക് അത്യാവശ്യം ഇതിപ്പം ചെറിയൊരു ഗ്ലാസ് ആയത് കാരണം ചെറിയ ഡൗണട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് അത്യാവശ്യം ഒരു 10-11 ഡൗണട്ട്സ് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടിയുടെ അളവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് കറക്റ്റ് ചൂടായി വരണം. ഒരു മീഡിയം ഹീറ്റ് മതിയാവും. ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗണട്ടിൻ്റെ ഉള്ളിൽ വേവില്ല, പുറം മാത്രം കരിഞ്ഞു പോവും. അപ്പം അങ്ങനെ പറ്റത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം. ലോ ആണെങ്കിൽ ഒരുപാട് ഓയിൽ കുടിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു മാവിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ആ മാവിൻ്റെ ഓയിലിൻ്റെ ചൂടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ഏകദേശം അതൊന്ന് നന്നായിട്ട് പൊങ്ങി വരുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഓയിൽ ചൂടായെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ബാക്കിയുള്ള ഡൗണട്ട്സിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനത് ഓരോന്നായിട്ട് ഡോണട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടത് വീർത്ത് വരും കേട്ടോ. ഈ കുറച്ച് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു. എനിക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോണറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ മാവ് മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റും നന്നായിട്ട് പൊങ്ങിയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഡൗണട്ട്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുക. അത് ഓരോ സൈഡും മറിച്ച് നല്ല രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു സിറിഞ്ച് എടുത്തിട്ട് ഒരു വലിയൊരു സിറിഞ്ച് എടുത്തു. എന്നിട്ട് അത് കസ്റ്റാർഡ് നിറച്ചതിന് ശേഷം ഈ ഡൗണട്ടിലോട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഹോള് നിറഞ്ഞ് പുറത്ത് വരുന്നവരെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കസ്റ്റാർഡിൻ്റെ മിക്സർ ആ ഡോണട്ടിലോട്ട് ചേർന്ന് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി, യമ്മി, നല്ല സോഫ്റ്റ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഡൗണട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ റെസിപ്പി ഫോളോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും എന്നെ അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിലൂടെ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എല്ലാ ഡോണട്ടിലും അതേപോലെ ചെയ്തെടുത്തു. ഇനി ചോക്ലേറ്റ് മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചോക്ലേറ്റും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച ചൂട് പാല് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗണട്ട് ഇതിലേക്ക് മുക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല ചോക്ലേറ്റ് കോട്ടഡ് ഡൗണട്ട്സ് റെഡിയായി കിട്ടും. ഇനി ഡെക്കറേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കസ്റ്റേർഡ് അതിൻ്റെ മുകളിൽ കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.